ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാരടുത്തായി പുക്കാട്ടുപടി എന്ന ജംഗ്ഷനിൽ നിന്നും വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു 4 ബെഡ്റൂം ആർക്കിടെക്ട് മോഡൽ വീടിൻ്റെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 4,200 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 1,700 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് വരുന്ന ദൂരം വെറും 1/2 കിലോമീറ്റർ മാത്രമാണ്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 10 കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 4 കിലോമീറ്ററുമാണ് വരുന്നത്. ഇന്റർലോക്ക് കട്ട വിരിച്ച വീതിയുള്ള വഴി തന്നെയാണ് വീടിന് മുന്നിലായി ഉള്ളത്. LED ലൈറ്റ് കൊടുത്തുകൊണ്ടുള്ള വലിയൊരു ചുറ്റുമതിൽ നമുക്കിവിടെ കാണാം. GA ട്യൂബിൽ നിർമ്മിച്ചിരിക്കുന്ന സ്ലൈഡിംഗ് ഗേറ്റും ഫോൾഡിംഗ് ഗേറ്റുമായിട്ടാണ് വീടിൻ്റെ ഗേറ്റുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഒത്തിരി വീടുകളുള്ള വലിയൊരു വില്ല കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടാണ് ഈ വീട് പണിതിരിക്കുന്നത്. മെയിൻ ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിൻ്റെ വിശാലമായ മുറ്റത്തേക്കാണ്. 2 വലിയ SUV കാറുകൾ ഒരേ സമയം നമുക്കിവിടെ പാർക്ക് ചെയ്യാവുന്നതാണ്. അതല്ല, ചെറിയ കാറാണെങ്കിൽ 3ഓളം വാഹനങ്ങൾ വരെ നമുക്കിവിടെ പാർക്ക് ചെയ്യാൻ സാധിക്കും. കടപ്പാക്കലുകൾ വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്താണ് മുറ്റം ഫിനിഷ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഗാർഡൻ വർക്കൊക്കെ ബിൽഡർ ഇവിടെ നൽകിയിട്ടുണ്ട്. വീടിൻ്റെ പ്രധാന ജലസ്രോതസ് എന്ന് പറയുന്നത് കിണർ വെള്ളം തന്നെയാണ്. കൂടാതെ KWA വാട്ടർ കണക്ഷനും ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. വീടിൻ്റെ മുൻവശത്ത് ചെയ്തിരിക്കുന്ന ടെക്സ്ചർ വർക്കുകളും സിറ്റ് ഔട്ടിൽ യൂസ് ചെയ്തിരിക്കുന്ന ടൈലുമെല്ലാം ഒരേ കളർ തീമിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വീടിൻ്റെ മെയിൻ ഡോർ അടക്കം ഇതിന് മാച്ചാവുന്ന രീതിയിൽ തന്നെയാണ് പെയിന്റ് ചെയ്തിരിക്കുന്നത്. 2 പാളികളായി തുറക്കാവുന്ന രീതിയിലാണ് വീടിൻ്റെ മെയിൻ ഡോർ നൽകിയിരിക്കുന്നതും. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിൻ്റെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. ഒരു കോർണർ സെറ്റ് നമുക്കിവിടെ സുഖമായി ഇടാവുന്നതാണ്. വളരെ വലിയൊരു വുഡൻ പാനലിൽ വർക്ക് ബാക്ക്ഗ്രൗണ്ടിലായി നൽകിക്കൊണ്ടാണ് ഇവിടെ TV യൂണിറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ വലിയൊരു ഗ്ലാസ് പാർട്ടീഷൻ വർക്കും നമുക്കിവിടെ കാണാം. ലിവിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ കടന്നു വരുന്നത് ഇവിടിൻ്റെ ഡൈനിങ് സ്പേസിലേക്കാണ്. ഒരു 6 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ സുഖമായി ഇടാവുന്നത്ര സ്പേഷ്യസ് ആക്കി തന്നെയാണ് ഡൈനിങ് ഏരിയ ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയുടെ ഓപ്പോസിറ്റായി ഒത്തിരി സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തുകൊണ്ടുള്ള നല്ലൊരു കബോർഡ് വർക്ക് തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ നല്ലൊരു ടെക്സ്ചർ ഡിസൈനൊക്കെ ബാക്ക്ഗ്രൗണ്ടായി നൽകിക്കൊണ്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു പ്രീമിയം ലുക്കിൽ തന്നെയാണ് വാഷ് കൗണ്ടർ ഇവിടെ നൽകിയിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ കടന്നു നിൽക്കുന്നത് ഈ വീടിൻ്റെ കിച്ചണിലേക്കാണ്. ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കിച്ചൻ്റെ എൻട്രൻസിലായി ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ മറ്റ് പെയിൻറ്റുകളോടൊക്കെ മാച്ച് ആവുന്ന രീതിയിൽ തന്നെ വരുന്ന ഒരു ലൈറ്റ് ഗ്രേ കളറാണ് ഇവിടെ കബോർഡിന് ചൂസ് ചെയ്തിരിക്കുന്നത്. L ഷേപ്പിൽ വരുന്ന അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു കിച്ചൺ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. താഴെയും മുകളിലുമായി ആവശ്യത്തിന് കബോർഡ് വർക്കുകൾ നൽകിയിട്ടുണ്ട്. വടക്ക് കിഴക്ക് മൂലയിലായിട്ടാണ് കിച്ചൻ്റെ സ്ഥാനം വരുന്നത്. നമുക്കിനി നേരെ ഈ വീടിൻ്റെ 1ാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. 12 അടി നീളവും 10 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിന് വരുന്നത്. ബെഡ്റൂമിൻ്റെ ഒരു കോർണറിലായി സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിൽ വലിയൊരു വാർഡ്രോബ് നൽകിയിട്ടുണ്ട്. ഓപ്പൺ ടൈപ്പ് LED കൊടുത്തുകൊണ്ടാണ് സീലിംഗ് വർക്ക് നൽകിയിരിക്കുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ ആക്കി തിരിച്ചുകൊണ്ടുള്ള ഒരു സ്പേഷ്യസ് ആയ ബാത്റൂമും നമുക്കിവിടെ കാണാം. അടുത്തതായി നമുക്കിനി ഈ വീട്ടിലെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. 10 അടി നീളവും 9 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിന് വരുന്നത്. ബെഡ്റൂമിൻ്റെ ഒരു ഭാഗത്തായി 2 പാളികളുള്ള വലിയൊരു വാർഡ്രോബ് നൽകിയിട്ടുണ്ട്. തീർച്ചയായും അറ്റാച്ച്ഡ് ബാത്റൂമിൽ കൂടി തന്നെയാണ് ഈ ബെഡ്റൂം നൽകിയിരിക്കുന്നത്. വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ നമ്മൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്കൊന്ന് പോയി നോക്കാം. GA ട്യൂബിൽ വുഡൻ ടോപ്പ് കൊടുത്തുകൊണ്ടാണ് ഹാൻഡ് റെയിലുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം ചെല്ലുന്നത് ഈ വീടിൻ്റെ അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ലിവിംഗ് ഏരിയയിലേക്കാണ്. ഏകദേശം 16 അടിയോളം നീളം വരുന്ന വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു അപ്പർ ലിവിംഗ് ആണ് നമുക്കിവിടെ കാണാനാവുന്നത്. ഈ അപ്പർ ലിവിംഗ് ഏരിയയിലെ ഒരു മനോഹരമായ കാഴ്ച തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്ന ഷാൻലിയർ. ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന മനോഹരമായ ഒരു ടെക്സ്ചർ ഡിസൈൻ ബാക്ക്ഗ്രൗണ്ടായി നൽകിക്കൊണ്ട് ഇവിടെ ഒരു TV യൂണിറ്റും നൽകിയിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ കടന്നു വരുന്നത് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. 10 അടിയോളം നീളത്തിൽ വരുന്നൊരു സ്പേഷ്യസ് ആയ ഒരു ഏരിയ തന്നെ ഇവിടെ യൂട്ടിലിറ്റി ഏരിയക്കായി നൽകിയിട്ടുണ്ട്. തുണികളെല്ലാം വിരിച്ചിടാനുള്ള ആവശ്യത്തിന് സ്പേസ് ഇവിടെ നൽകിയിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായിട്ടുള്ള പോയിന്റും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മളിനി കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ 3ാമത്തെ ബെഡ്റൂമിലേക്കാണ്. 12 അടിയോളം നീളം വരുന്ന സ്പേഷ്യസ് ആയ ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂമിൻ്റെ ഒരു കോർണറിലായി സ്ലൈഡിംഗ് ടൈപ്പിൽ വരുന്ന വലിയൊരു വാർഡ്രോബും നമുക്കിവിടെ കാണാം. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയാണ് ഈ ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്.
നമുക്കിനി വീട്ടിലെ നാലാമത്തെയും അവസാനത്തെയും ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. ഏകദേശം 10 അടിയോളം നീളം വരുന്നൊരു ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 2 പാളികളുള്ള വലിയൊരു വാർഡ്രോബും ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുണ്ട്. തീർച്ചയായും ഈ വീടിന്റെ 4ാമത്തെ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആക്കി തന്നെയാണ് നൽകിയിരിക്കുന്നത്. നമുക്കിനി വീട്ടിലെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്കൊന്ന് കടന്നു ചെല്ലാം. ആവശ്യത്തിന് സ്പേസ് കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ ബാൽക്കണി നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 14 അടിയോളം വീതിയാണ് ഈ ബാൽക്കണിക്ക് വരുന്നത്. ബാൽക്കണിയുടെ ഒരു ഭാഗത്തായി ബിൽഡർ സ്കൈലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. GI ട്യൂബിലാണ് ഹാൻഡിലുകൾ നിർമ്മിച്ചിരിക്കുന്നത്. വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും നമ്മൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി അറിയേണ്ടത് ഈ വീടിന്റെ വിലയെ പറ്റിയാണ്. 4,200 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1,700 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ ആർക്കിടെക്ട് മോഡൽ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 78 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ വീട് ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നുവെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.